ഇനി പറയട്ടെ, വിവാഹ ജീവിതം നയിക്കുന്നവരോട് നല്ല സ്നേഹത്തോടെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, അലിയാർ തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും എത്ര കാലമാണ് ഒരുമിച്ച് ജീവിച്ചത്. വിവാഹം കഴിക്കുമ്പോൾ ഫാത്തിമ ബീവിക്ക് 18 വയസ്സാണ്, അലി റളിയല്ലാഹു അൻഹു 21 വയസ്സാണ്. ചുരുങ്ങിയ വർഷമാണ് അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും ഒരുമിച്ച് കഴിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 10 വർഷം. ആ 10 വർഷത്തെ ജീവിതത്തിലെ സ്നേഹസുരഭിലമായ നിലപാടുകൾ നമ്മൾ കണ്ടുപഠിക്കണം. സഹകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വിഷയത്തിലും ഖൈറായ വിഷയത്തിലുള്ള സഹകരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും വെറുപ്പുളവാക്കുന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും പരസ്പരം വസിയ്യത്ത് ചെയ്ത് പിരിയാനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയത്. മരണമാകുന്നതിന്റെ മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരുക്കം നടത്തുന്നത്, മരണത്തിലേക്കുള്ള ഒരുക്കം നടത്തുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയ ശേഷമാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായ ശേഷം ഫാത്തിമ ബീവി ചിരിക്കാറില്ല. കാരണം നബി തങ്ങൾ അടുത്തേക്ക് പിടിച്ച് അണച്ചുകൂട്ടി പിടിച്ച് പറഞ്ഞത്, മോളെ, ബാപ്പ പോകുന്നത് കൊണ്ട് വിഷമം വേണ്ട. ബാപ്പാന്റെ അടുത്തേക്ക് ആദ്യം വരാനുള്ളത് മോളാണ്. 6 മാസമല്ലേ പിന്നെ ജീവിച്ചിട്ടുള്ളൂ. ആ 6 മാസവും പരലോക യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. നല്ല പൊരുത്തം നിറഞ്ഞ വസിയ്യത്തുകൾ ചെയ്യാനും സന്തോഷം പറയാനും അല്ലാഹു ഇരുവർക്കും അവസരം കൊടുത്തത് സ്നേഹമസർണമായ ജീവിതം ഒന്നുകൊണ്ട് മാത്രമാണ്. രാവും പകലും അല്ലാഹുവിന്റെ മാർഗത്തിൽ രണ്ടുപേരും കഠിനാധ്വാനം ചെയ്തു. ആരാധനയുടെ വിഷയത്തിലും സഹകരണത്തിന്റെ വിഷയത്തിലും വല്ലാതെ സന്തോഷിച്ചു. ഒരടിമ സ്ത്രീയെ കിട്ടുന്നതിന് പകരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പാതിരാത്രിയിൽ ദിക്റ് ചൊല്ലിക്കൊടുത്തപ്പോ ആ ദമ്പതികൾ ഒരിക്കലും ഞങ്ങൾക്ക് ദിക്റ് പോരാ, ബന്ദികളായി കിട്ടിയ അടിമയെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങളെ വിഷമം തീരാൻ ചെറുപ്പക്കാരിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സുന്ദരവും സുരഭിലവുമായ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കഫ്, ആ മുൻകൈയിന്റെ പല ഭാഗത്തും വിണ്ടുകീറിയത്, അതേ പൊട്ടിപ്പിളർന്നതിന് ആശ്വാസം ലഭിക്കാൻ വീട്ടുജോലിയും പുറമെയുള്ള ജോലിയുമൊക്കെ സഹിക്കാൻ കഴിയാതെ ഭാരമേറി വന്നപ്പോ സഹനം കിട്ടാൻ, ഇബാദത്തിന് ആഫിയത്ത് കിട്ടാൻ ഒരു 100 ദിക്ർ പഠിപ്പിച്ചു കൊടുത്തപ്പോ ഭാര്യയും ഭർത്താവും രണ്ടുപേരും കബൂലാക്കി. രണ്ടുപേരും ഒരുമിച്ച് സ്വീകരിച്ചു. ഒരുമിച്ച് എല്ലാ രാത്രിയും ചൊല്ലി. മറ്റുള്ളവർക്ക് ദീനീയായ സഹകരണം കൊടുക്കുന്നതില് ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലേ കൂടിയത്. നിങ്ങൾ നോക്ക്, ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. പട്ടിണി കിടക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് ജീവിച്ച മഹാന്മാരാണവര്. അതേ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചില കഥകളൊക്കെ കെട്ടിവിടാറുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, അതിനൊരു ആധാരവുമില്ല. ചിലരതിനൊരു പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഖുർത്തുബി ഇമാം തങ്ങൾ തഫ്സീറിൽ പറയുന്നുണ്ട്. അതൊരു മിസ്കീന് വന്നു, മിസ്കീൻ ഒരു പാട്ട് പാടി, അപ്പൊ തിരിച്ചു പാട്ട് പാടി അവർക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെയുള്ള പാട്ടുകളും മറ്റുമായിട്ട് പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല. അതേ സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു യഹൂദിയിൽ നിന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലിയെടുത്തിട്ട് കൊണ്ടുവന്ന ശൈവം അത് പൊടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന നേരത്ത് ഒരേ ദിവസം തന്നെ മിസ്കീനും അനാഥയും തടവിൽ നിന്ന് പുറത്താക്കിയ ആളും മോചനം കിട്ടിയ ആളും വീട്ടിൽ വന്നപ്പോ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നല്ല സ്നേഹം കൊടുത്ത് ജീവിക്കണം. സ്നേഹം കൊടുക്കുക, സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പമാരും ഉമ്മമാരും മനസ്സിലാക്കണം, ജീവിതാവസാനം വരെ പിരിയാത്ത സ്നേഹമാകണം.
ചിലരെ സ്നേഹമൊക്കെ 60 ആകുമ്പോ പിരിയും. ചില വീട്ടിൽ ചെന്നാൽ തന്നെ അത് വേറെ അടയാളം കാണും. അത് വാപ്പാന്റെ റൂം, ഇത് ഉമ്മാന്റെ റൂം. ആരാ ഈ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു നമ്മളോട്? അല്ല, അങ്ങനൊന്നുണ്ട് ഇസ്ലാമിൽ. 50 ആകുമ്പോ മാറിക്കിടക്കണമെന്നുണ്ടോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകളാ വരുന്നത്. ജീവിതത്തിൽ വേർപിരിയാതെയാണ് കഴിയേണ്ടത്. എവിടെങ്കിലും കിതാബിൽ അങ്ങനെ മസല പറഞ്ഞിട്ടുണ്ടോ? ഹൈലിന്റെ കാലത്ത് ഭാര്യയെ വേർപിരിഞ്ഞു കിടക്കണമെന്നില്ല. ഹൈലിന്റെ കാലത്ത് വേറെ കട്ടിൽ കിടക്കണമെന്നുണ്ടോ? ഇല്ല. അത്തരത്തിൽ അസ്പൃശ്യതകൾ ഇസ്ലാമിലില്ല. ഈ അടുത്തൊരു വാർത്ത വായിച്ചിട്ട് നമ്മളൊക്കെ നാണം കെട്ടില്ലേ? വിദ്യാർത്ഥിനികളുടെ അതേ അടിവസ്ത്രം വഹിച്ച് പരിശോധിച്ചു എന്നുള്ളത് നാണക്കേടായി പോയി. സഹോദരങ്ങളെ, അത് വായിക്കാൻ തന്നെ വിഷമമുണ്ട്. പിന്നെ സംഗതി നടക്കുന്നിടത്ത് എന്തൊരു ലജ്ജയുണ്ടാകും, എന്തൊരു വിഷമുണ്ടാകും. ഹൈലുകാരിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി തങ്ങൾ ഒരുമിച്ചാണ് കട്ടിലിൽ കിടന്നത്. അതിന് ഇസ്ലാം അസ്പൃശ്യത കാണുന്നില്ല. ഒരിക്കൽ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇത്തികാഫിരിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വാതിൽക്കൽ ഇരുന്നിട്ട് മുടി വാരി തരാൻ വേണ്ടി പറഞ്ഞു. മുടിയൊന്ന് ചീകിത്തരാ, മുടി ചീകാൻ വേണ്ടി ചീർപ്പെടുത്തൊന്ന് വാരാൻ വേണ്ടി പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഹൈദുകാരിയാണ്. പിന്നെ വിധങ്ങൾ പറഞ്ഞു, ഹൈദ് കയ്യിലൊന്നല്ലോ, ഹൈദ് കയ്യിലല്ലല്ലോ, മുടി വാരുന്നതിന് എന്താ കുഴപ്പോ? തങ്ങൾ മടിയിലേക്ക് തല വെച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ മുടി ചീകി കൊടുത്തു. അങ്ങനെ തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല, ഭക്ഷിക്കാൻ പാടില്ല, ടച്ച് പാടില്ല എന്നൊരു വിഷയം ഇസ്ലാമിലില്ല. പ്രായം കൂടുമ്പോൾ മാറിക്കിടക്കണമെന്നൊന്നും ഇസ്ലാമിലില്ല. ജീവിതാവസാനം വരെ സ്നേഹത്തോടെ കഴിയണം. നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 63 വയസ്സാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് 18 വയസ്സാണ്. ആ മഹദിയുടെ മടിത്തട്ടിൽ കിടന്നിട്ടല്ലേ തങ്ങൾ വേർപിരിയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം, എന്റെ അടുത്തേക്ക് വരുന്ന അതേ ദിവസമാണല്ലോ തങ്ങൾ വഫാത്തായത്. എന്റെ വീട്ടിലാണല്ലോ വഫാത്തായത്. എന്റെ മടിയിൽ കിടന്നിട്ടാണല്ലോ വഫാത്തായത്. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരുമാണല്ലോ അവസാനം സംഗമിച്ചത്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ ബീവിന്റെ സഹോദരനാണ്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മിസ്വാക്ക് കണ്ടു. തങ്ങൾ ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചപ്പോ ഞാൻ പതുക്കെ ചോദിച്ചു, നബിയെ മിസ്വാക്ക് വേണോ? തലയാട്ടി മിസ്വാക്ക് വേണമെന്ന അർത്ഥത്തില് സഹോദരനിൽ നിന്ന് ഞാൻ ആ മിസ്വാക്ക് വാങ്ങി. അറാക്കല്ലേ അതിന്റെ ഒരു ഭാഗം എന്റെ നാവിൽ വെച്ച്, എന്റെ പല്ലിൽ വെച്ച് ഞാൻ അങ്ങ് ചവച്ചരച്ചു. എന്റെ ഉമിനീരതിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് അങ്ങ് തേച്ചു കൊടുത്തു. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനം ഒരുമിച്ചുകൂടി. ഇതൊരു സ്നേഹത്തിന്റെ മാർഗമാണ്. ബാപ്പയും ഉമ്മയും കശവിശ പറയുമ്പോൾ പിറ്റേന്ന് മരിച്ചു പോകരുത്. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. ഇന്നലെ ബാപ്പയും ഉമ്മയും വല്ലാത്ത വക്കാണായിരുന്നു, അടിപിടിയായിരുന്നു. ഉമ്മ പുറത്തേക്ക് ഓടി, ബാപ്പ കത്തിയെടുത്തപ്പോ പിറ്റേന്നാണ് ബാപ്പേണ്ട ഒരേ കട്ടിൽ കിടക്കട്ടെ. 60 വയസ്സായ ബാപ്പയും ഉമ്മയും, പ്രായം 60 കഴിഞ്ഞിട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഒരുമിച്ചല്ലേ കഴിഞ്ഞത്. ഒരു രാത്രി പോലും വേർപിരിഞ്ഞ അവസ്ഥ മക്കയിലുണ്ടാകുമ്പോയില്ലല്ലോ. സ്നേഹം കൊടുത്തും തിരിച്ചു വാങ്ങിയും നല്ലോണം സഹകരിച്ച് ജീവിക്കണം. സ്നേഹവാക്കുകൾ പറഞ്ഞു ജീവിക്കണം. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വെറുപ്പിന്റെ ഭാഗങ്ങൾ, വെറുപ്പിന്റെ ഏതെങ്കിലും ഭാഷകൾ, അത് പൊറുക്കാനും മറക്കാനും കഴിയണം. അതുകൊണ്ട് ആ ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധത്തെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോ ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, ഒരുപാട് വിശദീകരിച്ച ആയത്താണിത്. മഹാന്മാർ ആ സഹോദരിമാര്, പെണ്ണുങ്ങൾ, അവര് നിങ്ങൾക്കുള്ള ഉടയാടകളാണ്. നിങ്ങൾ അവർക്കുള്ള ഉടയാടകളുമാണ്. അവരുടെ സുരക്ഷിതത്വം നിങ്ങളെ കയ്യിലാണ്, നിങ്ങളെ സുരക്ഷിതത്വം അവരുടെ കയ്യിലാണ്. വസ്ത്രം ധരിക്കുമ്പോൾ കണ്ടില്ലേ, ഉള്ളിലുള്ള കരകളൊന്നും കാണുന്നില്ലല്ലോ. പോരായ്മകൾ മറച്ചുവെക്കാൻ ഇരുപേരും ശ്രമിക്കണം. ഭാര്യയുടെ പോരായ്മ ഭർത്താവ് പറയരുത്, ഭർത്താവിന്റെ പോരായ്മ ഭാര്യ പറയരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഭാര്യയുമായി ബന്ധം ചേർന്ന് കൂട്ടുകാർക്കിടയിൽ വന്നിട്ട് സല്ലാപത്തിന്റെ വിഷയങ്ങൾ പറയുന്നവൻ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ടവനാണ്. അത് മൊബൈലിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ പകരുന്നവന്റെ കാര്യം പിന്നെ പറയാനില്ല. എത്ര വൃത്തികേടാന്നറിയോ നിങ്ങൾ?
ആളുകൾക്കൊക്കെ ഇങ്ങനെ കഥ ഇല്ലാതായി പോയത് എങ്ങനെ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരുന്ന കഥകളൊക്കെ ഒപ്പിച്ച് പറയാൻ യാതൊരു ഹയാ ഇല്ലാതായി പോയത് എങ്ങനെ സഹോദരങ്ങളെ? ഒരു സ്നേഹത്തിന്റെ അവസാനല്ലേ അത്? മറ്റുള്ളവരുടെ വീക്ക്നെസ്സുകൾ എങ്ങനെ പറയരുത്. ആ ബന്ധം അങ്ങനെയാണ്. അഥവാ ഒരു വാക്കേറെ പറഞ്ഞു സബൂർ ചെയ്യണം. ഭാര്യ പറഞ്ഞു ഒരു വാക്കേറെ പറഞ്ഞു സബൂർ ചെയ്യണം. ഭാര്യക്കൊന്ന് കലിതുള്ളി ക്ഷമ പാലിച്ച് ജീവിക്കണം. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ വർത്തിക്കണം. എങ്ങനെ നല്ല നിലയിൽ? ഭാര്യക്കൊന്ന് ഈറ്റായി, ഭാര്യക്ക് ഈറ്റാവുമ്പോ ഭർത്താവ് ഈറ്റാവുമ്പോൾ ഭർത്താവ് തണുക്കണം, ഭർത്താവിന് ഹീറ്റാവുമ്പോ ഭാര്യ തണുക്കണം. അങ്ങനെ വേണ്ടേ? രണ്ടാണ് സ്ട്രോങ് ഹീറ്റായാൽ പിന്നെ അവിടെ പരിധി വിട്ടു. അപ്പൊ പിന്നെ ഒരു വാക്കും കൂടി ഏറെ വന്നാൽ പിന്നെ ആ പരിധി ഊക്കേറിട്ട് എന്ത് പറയും? പിന്നെ 3 ഞാൻ ചൊല്ലിപ്പോയിക്കോന്നു. ഒന്നല്ല 3 എണ്ണം. അതിന് കാത്തിരിക്കാണ് ഇബ്ലീസ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബി, എനിക്ക് വലിയ സങ്കടമുണ്ട്, ഞാൻ സ്വർഗത്തു നിന്ന് പോകുന്നതുകൊണ്ട് വലിയ വിഷമമുണ്ട്. നിങ്ങളൊന്ന് അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യണം, എന്റെ കാര്യത്തിൽ ഒന്ന് തോബ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യും. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഓ റെക്കമെൻഡ് ചെയ്യാലോ, നീ ഒന്ന് അനക്ക് തോബ് കിട്ടിയാല് ആൾക്കാരൊക്കെ രക്ഷപ്പെടൂലേ? മൂസാ നബി അലൈഹി സ്വലാം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചു, പഠിച്ചവനെ ഇബ്ലീസ് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു തആല പറഞ്ഞു, മൂസാ നബിയെ നിങ്ങൾ ഇബ്ലീസിനോടൊന്ന് പറയണം, ആദം നബി അലൈഹി സ്വലാമിന്റെ ഖബറിൽ പോയിട്ടൊരു സുജൂദ് ചെയ്യാൻ തൗബ ഞാൻ സ്വീകരിച്ചു. ഞാൻ ഇബ്ലീസ് വന്ന് ചോദിച്ചു, മൂസാ നബി നിങ്ങൾ ചോദിച്ചു അള്ളാഹിനോട്? ഞാൻ ചോദിച്ചു. എന്താ അള്ളാഹു പറഞ്ഞത്? നിങ്ങളോട് ആദം നബിന്റെ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഹയാത്ത് കാലത്ത് തന്നെ സുജൂദ് ചെയ്യാത്ത ഞാൻ ഇപ്പൊ മരിച്ചിട്ടാ സുജൂദ് ചെയ്യാൻ നിൽക്കണം, എന്നതിന് കിട്ടൂല. ബഹുമാനം പണ്ടേ സ്വീകരിക്കാത്തവന് ഇപ്പോഴും കിട്ടൂല. ബഹുമാനത്തിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ബാപ്പയോടോ ഉമ്മയോടോ മറ്റോ കുറഞ്ഞു പോയിട്ടുണ്ടോ കരുതണം. പിന്നെയും ഒരു പക്ഷെ അത് ആവർത്തിച്ചു വന്നേക്കും. പിശാചതിന് കരുക്കൾ നീക്കും. നിന്റെ ഗുരുനാഥനോട് ഒരിക്കൽ നിനക്കൊരു ബഹുമാനക്കേട് തോന്നിയോ, വീണ്ടും അങ്ങനത്തെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പിശാച് മുതിരും. നിന്റെ അവസാനം പാതാളത്തിലേക്ക് അവൻ തള്ളിക്കളയും. നല്ലോണം കരുതണം, ശ്രദ്ധിക്കണം. ആ ഒരു വാക്കല്ലേ പിന്നെയും ഇബ്ലീസ് പറഞ്ഞത്, ധിക്കാരത്തിന്റെ വിസമ്മതത്തിന്റെ വാക്ക്. പക്ഷെ ഇബ്ലീസ് ഒരു കാര്യം ചെയ്തു, മൂസാ നബി എന്റെ വിഷയത്തിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 3 കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിച്ചല്ലോ, അങ്ങനെ ഒരു തോബ കിട്ടുമെന്നൊക്കെ ചോദിച്ചല്ലോ, അത് ചെറിയൊരു സഹായങ്ങൾ ചെയ്തല്ലോ, ഒരു 3 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇബ്ലീസ് പറയാണ്, 3 ഘട്ടങ്ങളിൽ നിങ്ങൾ എന്നെ ഓർക്കണം. 3 ഘട്ടങ്ങളിൽ എന്നെ ഓർക്കണം, ഞാൻ അവിടെ പിരിമുറുക്കും. ഒന്നാമതായി നിങ്ങൾ എന്നെ ഓർക്കേണ്ടത് ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുന്ന ഘട്ടത്തിലാണ്. ഒരു പക്ഷേ നിങ്ങൾ എന്നെ ഞാൻ അവിടെ പിരിമുറുക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണം, അല്ലെങ്കിൽ കുടുംബം കാലിയായി പോകും. ഭാര്യ 3 തലാഖും ചൊല്ലി ഭാര്യന്റെ വീട്ടിൽ പോയി കൂടേണ്ടി വരും. മക്കൾ അനാഥരായി പോകും. നിങ്ങൾ വേറെ, മക്കള് വേറെ, ഭാര്യ വേറെ. അതുകൊണ്ട് ദേഷ്യം പിടിക്കുമ്പോ എന്നെ ഓർക്കണം. ഞാൻ അവിടെ രക്തധമനികളിലൂടെ നടന്ന് ആ ദേഷ്യത്തിന് ഊക്കുകൂട്ടിയിട്ട് നിങ്ങളിൽ നിന്ന് എന്തെല്ലാം വരാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ പുറത്തേക്ക് പുറന്തള്ളാൻ ശ്രമം നടത്തും. അതുകൊണ്ട് നല്ലോണം കരുതണം. ദേഷ്യം മൂക്ക് കൂടുമ്പോ എന്നെ ഓർക്കണം. ഞാൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, യുദ്ധം തിങ്ങി വിട്ടുന്ന സമയത്ത്, കൊടുമ്പിരി കൊള്ളുന്ന നേരത്ത് എന്നെ ഓർക്കണം. ഞാൻ അവിടെ വന്നിട്ട് മക്കളെ ഓർമ്മപ്പെടുത്തി തരും, ഭാര്യയെ ഓർമ്മപ്പെടുത്തി തരും, സമ്പത്ത് ഓർമ്മപ്പെടുത്തി തരും. പിന്തിരിഞ്ഞോ പടപൊരുതൽ നടക്കുകയാണ്. മുന്നോട്ട് നിന്നാ തല പോകും കേട്ടോ. അടുത്ത കൊല്ലം ഈ കായ്ക്കാനിരിക്കുന്ന സ്വത്ത് കാണാൻ കഴിയൂല. ഇപ്പൊ നിന്റെ ഭാര്യ ഗർഭിണിയാണ്, ഗർഭത്തിലുള്ള കുട്ടിയെ കാണാനൊക്കൂല. വേഗം ഓടിക്കോ എന്ന് ഞാൻ പറയും. യുദ്ധസമയത്ത് എന്നെ ഓർക്കണം. പിന്തിരിപ്പൻ ശൈലിയിൽ ഞാൻ അവിടെ വരും. ചില മഹാന്മാര് പറഞ്ഞു, യുദ്ധം മാത്രല്ല, സാമൂഹ്യമായ ബാധ്യതകളൊക്കെ അങ്ങനെ തന്നെ. ജമാഅത്തിന് പോകുമ്പോഴൊക്കെ അങ്ങനല്ലേ? ജമാഅത്തിന് പോകുമ്പോഴൊക്കെ ഇബ്ലീസ് നന്നായി വരും. എന്തെങ്കിലുമൊക്കെ ഒരു സ്വീപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ വരും. എന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഒരു ഫിത്തിന കളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് അതാ നിന്റെ കൂട്ടുകാരൻ ഒന്നര വന്നത്, അവനോട് സംസാരിച്ചു, ഓനോട് പിന്നെ സംസാരിക്കാൻ ഇവിടെ ഇക്കാമത്തുർക്കാൻ അല്ല, ഓനോട് സംസാരിച്ചു, ഓനെ പിന്നെ കണ്ടില്ലെങ്കിലും പെണ്ണ്. അന്നത്തോടുകൂടി അത് പോയി. നീ ഇന്നലെ അന്വേഷിച്ച് നടന്ന ആള് അതാ പീഡികത്തിന് ചോദിച്ചു കാര്യങ്ങൾ നിസ്കരിച്ചു ചോദിക്കാം. അല്ല ഇപ്പൊ തന്നെ ചോദിച്ചോ, മാത്തിന് നേരെ എത്ര ഇപ്പൊ തന്നെ ചോദിച്ചു. പിന്തിരിപ്പിക്കും.
ഇങ്ങനെയുള്ള സാമൂഹ്യ ബാധകൾക്ക് പിന്തിരിപ്പിക്കുക. അതുകൊണ്ടാണ് ചിലര് 10 മണിക്ക് തന്നെ ജുമാക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടും. പക്ഷെ ബാങ്ക് കൊടുക്കുന്ന 5 മിനിറ്റ് മുമ്പേ പള്ളിയിലെത്തുള്ളൂ. കാരണം അവരെ പെട്ടെന്ന് എത്തിക്കാൻ പാടില്ല എന്നുള്ള അവന്റെ ഒരു നിർദ്ദേശം. അത് വലിയ വിഷമാണ് തന്നെ. ഒരു പെട്ടെന്ന് അങ്ങനെ പള്ളിയിൽ പോയാൽ കാര്യം പോലെ പിടിച്ചാൽ കിട്ടൂല പിന്നെ. അതുകൊണ്ട് പതുക്കെ അവിടെയും ഇവിടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് പേപ്പറൊക്കെ വായിച്ച് കുറച്ച് പറയാൻ പറ്റുന്നോ പറ്റാത്ത കുറച്ച് പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇനിയിപ്പോ നമ്മളെക്കാളും പ്രായം കുറഞ്ഞാലൊക്കെ പോകാൻ തുടങ്ങി, ഇനി പള്ളിക്ക് അങ്ങ് പോട്ടെ എന്ന് പറയും. പുരക്കാർ നല്ല സമാധാനത്തിലെ പഠിച്ചോനെ വാപ്പാക്കോ കിട്ടുന്ന കൂലിക്ക് ഒരു കണക്കൂലേ. വാപ്പ 11 മണിക്ക് ഇവിടുന്ന് കുടിച്ച് ഡ്രസ്സ് മാറ്റി പോയിട്ടുണ്ട്. ഇതാരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞാ അത് കാണുന്ന ആണുങ്ങൾ പറയും, ആപ്പാക്ക് കൊട്ടക്കണക്കിന് കൂലി കിട്ടും. ഇവിടുന്ന് 11 മണിക്ക് പോയിട്ട് 11:15 പള്ളിയിലൊന്നും എത്തിയില്ല, വാങ്ങ കൊടുക്കാൻ 5 മിനിറ്റ്. മൂപ്പര് ഇവിടെ ഇത്രയും നേരം മൂപ്പരതാ അവിടെ അങ്ങനെ സംസാരിക്കാൻ മൂപ്പരങ്ങനെ എത്തിയിട്ടില്ല. എത്താതിരിക്കാൻ ഇവന്റെ ശ്രമമാണ്. അങ്ങനെ വേഗം പോകരുത്, പെട്ടെന്ന് പോകരുത്. അതുപോലെ തന്നെയാണ് ജനാസ കൊണ്ടുപോകുമ്പോഴും ജനാസയുടെ പിന്നാലെ പോകുമ്പോഴും ഇബ്ലീസ് പറയും, നിസ്കരിച്ചില്ലേ, നിസ്കരിക്കാൻ തന്നെ വന്നു എന്നുള്ളത്ര ഹൈറാ, അതുകൊണ്ട് ഇനി വാക്കുകളിലൊന്നും കൂടണ്ട, വേഗം പൊയ്ക്കോ. ഇനി അടുത്ത ആള് മരിച്ചാൽ പിന്നെയും പള്ളിക്ക് വരണ്ടേ, വേഗം പൊയ്ക്കോ. ജനാസിന്റെ കൂടെ നീ പോയില്ലേ, ഒരു കാര്യം. നിസ്കരിക്കാനും കൂടിയില്ലേ, 2 കാര്യം. ഇനിയിപ്പോ ശ്രേഷ്ഠമായ 2 കാര്യങ്ങൾ കൂടി കിടക്കാനുണ്ട്. ആ മയ്യത്തിന്റെ തജീസിലൊന്ന് സംബന്ധിക്കുക, ആ മയ്യത്തിനെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് അനുഗമിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക. അപ്പൊ പൂർണ്ണമായിട്ട് നീ ചെയ്യരുത്, അതുകൊണ്ട് സഹിക്കൂല. അവിടൊക്കെ വിലങ്ങ് തടിയാകും. മൂന്നാമത് എന്നെ ഓർക്കേണ്ടത്, എന്നെ ഓർക്കണം, മഹറമല്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോ എന്നെ ഓർക്കണം. നീയും ആ പെണ്ണുമായി വിവാഹ ബന്ധമില്ല, രക്തബന്ധമില്ല, തറവാട് ബന്ധമില്ല, അന്യ പെണ്ണാണ്, നിന്റെ ഭാര്യയല്ല കേട്ടോ, വേറെ പെണ്ണാണ്. ആ പെണ്ണുമായി നീ ഒരുമിക്കുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കാൻ, ആ പെണ്ണിന്റെ സുന്ദരമായ വാചാലതയിലേക്ക് നോക്കാൻ, പിന്നെയും സംസാരിക്കാൻ, ഒന്ന് ശരീരം അടുക്കാൻ, ഒന്ന് കൂടെ നടക്കാൻ, ഒന്ന് കൂടെ പോകാൻ അവൻ വേദിയൊരുക്കി തരും. 3 ഘട്ടങ്ങളിലും എന്നെ ഓർക്കണം. ഒളബ് വരുമ്പോ പ്രത്യേകിച്ച് ഓർക്കണം. വിവാഹബന്ധം, സ്നേഹബന്ധം അതുകൊണ്ട് അറ്റുപോകരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമസരണമായ സ്വഭാവം പറഞ്ഞപ്പോ എപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഞങ്ങൾക്കൊക്കെ എത്ര സ്ട്രോങ് ആയാലും നബി തങ്ങൾക്ക് സ്ട്രോങ് കൂടൂല. ഞങ്ങൾക്കൊക്കെ എത്ര സ്ട്രോങ് കൂടിയാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്ട്രോങ്ങും കൂടൂല. തങ്ങളെ തിരിച്ചുള്ള പ്രതികരണം അങ്ങനെയായിരിക്കും. സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നല്ലൊരു പലഹാരവുമായിട്ട് അടിമ വന്നു നബി തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അടിമ വന്നിട്ട് ദാ നബിയെ പലഹാരം. ഇതെവിടുന്ന? സഫിയ ബീവിന്റെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്ന് അടിമന്റെ കൈക്ക് ഒരു തട്ടം കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ തട്ടിയപ്പോ പാത്രം താഴെ വീണു, പലഹാരങ്ങളൊക്കെ ചിന്നിച്ചിതറി, പാത്രം പൊട്ടിയും ചെയ്തു. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ചാൽ നമ്മളിങ്ങനെ തിളക്കൂലേ? നമ്മളെ രക്തവും നമ്മളെ ഞരമ്പും നമ്മളെ രോമൊക്കെ തിളക്കും. എല്ലാ വിലയും നമ്മൾ പറയും, ഈ പെണ്ണിനെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങിയാൽ. അയലക്കത്തുള്ള ഒരു പെണ്ണ് ഒന്ന് കൊണ്ടുവരാൻ ഇങ്ങോട്ടായിരിക്കും, അതും തട്ടിത്തെറിപ്പിച്ചു. അടിമ അങ്ങനെ പരിഭ്രാന്തനായി നോക്കാൻ, പടച്ചോനെ എന്താ സംഭവിച്ചത്? ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. ഫതബസ്സമ, തങ്ങൾ പുഞ്ചിരിച്ചു. അവിടെ ഈറ്റായപ്പോ തങ്ങൾ ചിരിച്ചു. ചിരിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, ഖറത്തുമ്മുക്കും, നിങ്ങളെ ഉമ്മാക്ക് കുറച്ച് ദേഷ്യം കൂടി പോയതാണ്, വിഷമം വേണ്ട. നിങ്ങളെ ഉമ്മാക്ക് കുറച്ച് ഈർഷ്യത കൂടി പോയതാണ്, വിഷമൊന്നും വേണ്ട. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശറഫാക്കപ്പെട്ട കൈകളിൽ ചിന്നി ചിതറിയ പലഹാരങ്ങളുടെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുന്നു. തങ്ങൾ പുറത്തു കൊണ്ടുപോയി വേസ്റ്റിൽ അത് തള്ളുന്നു. പൊട്ടിപ്പോയ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും പെറുക്കിയെടുത്ത് തള്ളുന്നു. പുറത്തു കൊണ്ടുപോയി ഇടുമ്പോ തങ്ങൾ വിളിക്കുന്നു, ആയിഷ, പലഹാരം നമുക്കുള്ളതാണ്, പാത്രം വായ്പയാണ്. നല്ലൊരു പാത്രം എടുത്ത് പകരം കൊടുക്കൂ ആയിഷ. പാത്രം പൊട്ടിയാൽ പകരം പാത്രം കൊടുക്കണമല്ലോ, പലഹാരം മാത്രമല്ലേ നമുക്കുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവിടുന്ന് ദേഷ്യപ്പെട്ടില്ല, ദേഷ്യത്തിന്റെ മുഖങ്ങൾ കാണിച്ചില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല.
ഭാര്യമാര് ദേഷ്യപ്പെട്ട് വരുമ്പോൾ അവരെ ദേഷ്യം തണുപ്പിക്കണം, ഒതുക്കി നിർത്തണം. അതാണ് വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ സ്നേഹത്തോടെ വർത്തിക്കണം. എപ്പോഴും പുരുഷന്മാര് നല്ല നിലയിൽ വർത്തിക്കണം, നല്ല ഇടപെടൽ നടത്തണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പാതിരാത്രിയിൽ വീട് വിട്ട് പുറത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുപോയി. തങ്ങൾ എവിടേക്കാ പോയത് എന്ന് നോക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തിറങ്ങി പോയി. ആയിഷ ബീവി മറ്റു റൂമുകളിലൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ മുന്നോട്ട് തിരിഞ്ഞപ്പോ അവിടുന്ന് ജന്നത്തുൽ ബഖീൽ കൈയുയർത്തിയിട്ട് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഓടിക്കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ആയിഷ ബീവി ഇങ്ങനെ കിതക്കുന്നുണ്ട്. എന്താ ആയിഷ, ഒരു കിതപ്പെന്താണ്? എന്താണ് ഒരു കിതപ്പ് ആയിഷ? ശ്വാസം വല്ലാതെ തിങ്ങി തള്ളുന്നുണ്ടല്ലോ. ഒന്നുമല്ല നബിയേ, ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ മറ്റു വീടുകളിലേക്ക് എങ്ങാനും എന്റെ രാത്രിയുടെ ഊഴം മാറിയിട്ട് അങ്ങോട്ട് പോയോ അത് കരുതിയിട്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ്. ഓ ആയിഷ, അത്തഖാഫീന അൻ യഹീഫല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അതിക്രമം ചെയ്യുമെന്ന് പേടിക്കുന്നോ മോളെ? ഇല്ല നബിയേ, എനിക്കത് പേടിയില്ല. തങ്ങൾ ജന്നത്തുൽ ബഖീൽ ഇങ്ങനെ നിന്ന് ദ്വാർക്കുമ്പോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ ഇപ്പോഴും ദുനിയാവിന്റെ ചിന്തയിലാണല്ലോ, എന്റെ ഭർത്താവ് ആഖിറത്തിന്റെ ചിന്തയിലാണല്ലോ, ജന്നത്തുൽ ബഖീൽ ദുആ ചെയ്യുകയാണല്ലോ, ഞാൻ ഇപ്പോഴും എന്റെ ശരീരത്തിന്റെ താല്പര്യത്തിലാണല്ലോ. ആയിഷ, അങ്ങനെയൊന്നും ചെയ്യൂല, വിഷമിക്കേണ്ട, ബുദ്ധിമുട്ടേണ്ട. എപ്പോഴും സ്നേഹത്തിന്റെ ഭാഷ വേണം, എപ്പോഴും നന്മയുടെ സഹകരണം വേണം. ഏതെങ്കിലും ഭാഗത്ത് കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം, കൂടെ നിന്ന് സഹായിച്ചു കൊടുക്കണം, ഒത്താശകൾ ചെയ്തു കൊടുക്കണം, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. സ്നേഹത്തിന് എന്തെല്ലാം കാരണമാകുന്നോ അതൊക്കെ ഇരുവരിൽ നിന്നും ഉണ്ടാകണം. ഒരിക്കലും നമ്മൾ അടിമകളാക്കി വെക്കുന്ന ആളുകളാകരുത് നമ്മുടെ ഇണകൾ. നമ്മുടെ ഇണകൾ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്തുകളാണ്, അമാനത്തുകളാണ്, സൂക്ഷിപ്പ് സ്വത്തുകളാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങളെ കൈവശം 10 പവൻ സ്വർണം ഒരാൾ ഏൽപ്പിച്ചാൽ, ഒരു 10 മാസം കഴിഞ്ഞിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞേൽപ്പിച്ചാൽ എത്ര സൂക്ഷ്മതയോടെ നിങ്ങളത് നോക്കും? ഇടക്കിടക്ക് നിങ്ങൾ എടുത്തു നോക്കൂലേ? ആ പെട്ടിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇത് പലരും തുറക്കുന്നതാണ്, ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? കാരണം സ്വന്തമല്ലല്ലോ, ആരാന്റെതല്ലേ? അല്ലാഹു അവന്റെ അമാനത്ത് ഏൽപ്പിച്ചതാണ്. നമ്മെ നമ്മുടെ ഇണകൾ നല്ല നിലക്ക് പോറ്റി വളർത്താനാ, നല്ല സ്നേഹം കൊടുക്കാനാ, നല്ല സഹകരണം കൊടുക്കാനാ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അതേ, ഇസ്തൗസു ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നന്മ ഉപദേശിക്കണം. ഫഇന്നഹുന്ന ഖുലിഖന മിൻ ളിലഅ്, പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകളെ പടക്കപ്പെട്ടത് വാരിയെല്ലിൽ നിന്നാണ്. വാരിയെല്ലിൽ ഏറ്റവും വളഞ്ഞ എല്ലിൽ നിന്നാ പടക്കപ്പെട്ടത്. ആ സ്ത്രീകൾക്ക് വല്ല മനോവശമവും വരുമ്പോ അത് കത്തിക്കാതെ നിങ്ങളത് ആ വിഷമം മാറ്റാൻ നിങ്ങൾ തുനിയണം. അവർക്ക് എന്തെങ്കിലും മാനസിക പ്രതിസന്ധി വരുമ്പോ, രോഗഗ്രസ്തരായവർ കഴിയുമ്പോ വിഷമം നീക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നന്മ നിറഞ്ഞ വാക്ക് പറയണം, ഒരിക്കലും കറവീഴുന്നൊരു വാക്ക് പറയരുത്. അല്ലാഹു തന്ന അമാനത്താണ്, അതിന് കേടുപാട് സംഭവിച്ചുകൂടാ. നമ്മളെ സ്വഭാവക്കേട് കൊണ്ട് മോശമായി കൂടാ. നമ്മൾ സ്വഭാവം പോരാത്തവരാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഭാര്യമാര് ചിന്തിക്കുകയാണ്, പടച്ചോനെ എത്ര കാലം ഞാൻ ഇതിന്റെ കൂടെ ക്ഷമിച്ച് സഹിച്ചെങ്ങനെ കഴിയണം? എന്നും വീട്ടിലേക്ക് വരും, വിഴുപ്പലക്കുന്ന വാക്കുകൾ മാത്രം പറയും, കേറിക്കടന്നിട്ട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കും, അങ്ങനെ രാവിലെ അങ്ങ് പോകും. പിന്നെ ഉച്ചക്കെങ്ങാനും വന്നാൽ ഭീതിയാണ്, എന്തെങ്കിലും പറഞ്ഞേക്കുമോ എന്നുള്ള പേടിയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരു കുരച്ച് ചാട്ടമാണ്. രണ്ടാമത്തെ ഒന്ന് പറയാൻ കഴിയൂല. എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാല് 10 കൊല്ലം പറയണം ഒരാവശ്യം സാധിച്ചു കിട്ടണമെങ്കിൽ. നഊദു ബില്ലാഹ്,
നിങ്ങൾ നോക്ക്, ഭാര്യമാരെ ആക്ഷേപിക്കുന്നവരുണ്ട്, അവർ ചില്ലറ ഭക്ഷണം കഴിച്ചു കൂടുന്നവരാണ്. മറ്റുള്ളവരോ പുറത്തു പോയിട്ട് ആവശ്യമുള്ള സുഭിക്ഷമായ ഭക്ഷണം കഴിക്കും. പുതിയ ബോർഡിൽ എന്ത് ഇറങ്ങിയിട്ടുണ്ടോ ആ ബോർഡിന്റെ കീഴിലുള്ളതൊക്കെ കഴിക്കും. മദ്ഹൂത്തിയും മദ്ഫൂനിയും അല്ലാത്ത ഫൂനിയും ഒക്കെ കഴിക്കും. എന്നിട്ട് എപ്പോഴും ഈ പെണ്ണിനോട് പറയാൻ എനിക്ക് ഒരു ആരോഗ്യമില്ലല്ലോ, ഒരു കൂവത്തില്ലല്ലോ, എന്താ നീ ഇങ്ങനെ? എന്നാ കഴിക്കുന്ന കുറച്ചും ഇങ്ങോട്ടും കൊണ്ടുകൊടുത്തൂടെ? അപ്പൊ ഒരു ദിവസം ഭാര്യ പറയണം, എന്നാ നമുക്ക് ഇന്ന് ആട്ടിറച്ചി ആയാലും. നമുക്ക് ആട്ടിറച്ചി എത്ര വില എന്ന് പറയാൻ? അവിടെ അത് പറയരുത്, ഒരിക്കലും അത് പറയരുത്, ഇത് ചീപ്പാ. ഈ സംഗതി നിങ്ങളെ കയ്യിലില്ലെങ്കിലും അപ്പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ട് വാങ്ങിക്കൊടുക്കണം. അലി റളിയല്ലാഹുവിന്റെ വലീമത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ തന്റെ പടയങ്കി യഹൂദിന്റെ അടുത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് അലി റളിയല്ലാഹുവിന്റെ കാശ് വാങ്ങിയത് എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം ലോകത്തുള്ള ഏറ്റവും വലിയ മഹദിയായ ബീവി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹുവിനക്ക് വേണ്ടിയിട്ടാണ് ഈ വിവാഹ സദ്യ ഒരുക്കുന്നത്. കുറവായിക്കൂടാ, ഇത് കുറഞ്ഞുകൂടാ. ഒന്നും ഇല്ലെങ്കിൽ സംഗതി ഒക്കെ ഒന്ന് ഒപ്പിക്കണ്ടേ? അപ്പൊ എന്നൂല്ല, എന്നോ ഒരു ദിവസം പറഞ്ഞാണ്, എന്നോ ഇപ്പൊ ഈ ബീഫ് കൂട്ടി ഇങ്ങനെ മടുത്തുന്നൊന്ന് മട്ടൻ ആയിക്കോട്ടെ, മട്ടന് കഴിഞ്ഞ ആഴ്ച 100 രൂപയും കൂടി കൂടിയിട്ടുണ്ട്, 600 അതുകൊണ്ട് എന്നോട് അത് പറയണ്ടെന്ന് പറയരുത്. എവിടെന്നെങ്കിലൊക്കെ ഒന്ന് സഹകരിച്ച അൽഹംദുലില്ലാഹ് ഒരു സന്തോഷിക്കാം. ആ ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചിട്ടുള്ള സന്തോഷം നമ്മുടെ സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാകണം. നമ്മളെ കൊണ്ടുപോയി കൊടുത്തതിൽ അവരാ ഭക്ഷിക്കുന്നതിൽ നമ്മൾ പൂർണ്ണ തൃപ്തിയിലാകണം. അതിന്റെ കണക്ക് പറയരുത്, അതിന്റെ വിഷമങ്ങൾ പറയരുത്. കണക്ക് ഒരു ഭാഗത്ത് മാത്രല്ല, ഇപ്പുറത്ത് കണക്ക് വരും. അപ്പൊ നമ്മൾ കുടുങ്ങിപ്പോകും. സഹകരണ മനോഭാവത്തോടെ പോകണം. കുറ്റം വരാം, കുറവ് വരാം, മാസൂമിങ്ങളല്ലല്ലോ. പലതും കണ്ണടക്കേണ്ടതുണ്ട്, കണ്ണ് ചിമ്മേണ്ടതുണ്ട്, സഹകരണത്തോടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യഫറഖു മുഅ്മിനുൻ മുഅ്മിനാ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കരുത്. ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പായി തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒന്നിൽ 100% ആള് മുന്നിലാണ്. പറയാതെ തന്നെ ചെയ്യുന്നവളാണ്, നല്ല തൃപ്തി നൽകുന്നവളാണ്. ആ ഒരു നല്ല സ്വഭാവം കണ്ടിട്ട് സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നല്ല ഈർഷ്യതയുള്ള ഭാര്യയല്ലേ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഇന്നിംറഅത്തുൻ ഗൈറാ, ഞാൻ നല്ല ദേഷ്യമുള്ള പെണ്ണാണ് നബിയേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കുന്നതിൽ വിഷമം തോന്നും. നബി തങ്ങൾ പറഞ്ഞു, ആ ചൂടങ്ങ് നീങ്ങാ ഞാനങ്ങ് ദ്വാരുന്നാ പോരെ, നിങ്ങൾ ആ ഊക്കേറിയ ദേശം ഒന്ന് നീങ്ങാ ഞാൻ അള്ളാഹിനോട് ദ്വാരുന്നാ പോരെ, എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. എനിക്ക് ചെറിയ മക്കളുണ്ട് നബിയേ, ആ മക്കള് നമ്മുടെ സ്വന്തം മക്കളല്ലേ, നമുക്കങ്ങ് വളർത്തിയാൽ പോരെ. ഇന്നത്തെ ആളുകൾ പലരും പറയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് കഴിയാൻ ഈ കുട്ടി തടസ്സമാണ്, അതിനങ്ങ് കൊന്നോ എന്ന ഭാഷയല്ല, ഏതെങ്കിലും യതീഖാനകളിൽ ചേർത്തോ എന്ന ഭാഷയല്ല. നമ്മുടെ മക്കളാണ്, നമ്മൾ ഒരുമിച്ച് നോക്കേണ്ടവരാണ്. അബൂ സലമ റളിയല്ലാഹുവിൽ നിന്ന് ഉമ്മു സലമയ്ക്കുണ്ടായ കുട്ടികളാണ്, ഒരുമിച്ച് ആ കുട്ടികളെ പരിപാലിക്കുന്നു. ബാപ്പയും ഉമ്മയും സ്നേഹോഷ്മളമായ ജീവിതം നടത്തണം. എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ പരിഹരിച്ചു കൊടുക്കണം. മരുമക്കളെ ജീവിതത്തിൽ എവിടെങ്കിലും മല്ലലും മലട്ടലും ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം. തീരെ അവരെ വിഷയങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വീട്ടിൽ വന്നപ്പോ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, എവിടെ ഭർത്താവ് എന്ന് ചോദിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനും കുറച്ച് പറഞ്ഞു, ചൂടായപ്പോ അങ്ങ് പോയി ഇറങ്ങി. എവിടേക്കാ പോയത് ചോദിച്ചു. പള്ളി പോയതാണ്. നമ്മൾ ചൂടായാലും പള്ളിയിലെത്തില്ലല്ലോ, പള്ളിയിലെ പോയത് എന്നാ കുറച്ച് ആശ്വാസം കിട്ടും. ചൂടായാലും പിന്നെ ഹൈറായ മാർഗങ്ങളോട് ബന്ധപ്പെടുമ്പോ കുറച്ചൊക്കെ തണുപ്പ് കിട്ടും, ആശ്വാസം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നോക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു കിടന്നിട്ട് കാലിന്റെ ഭാഗത്തുനിന്ന് തുണിയൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട്, മുട്ടിന്റെ തായ് ഭാഗത്ത് തുണിയൊക്കെ നീങ്ങിയിട്ട് കാല് മണ്ണിലെത്തിയിട്ടുണ്ട്, മണ്ണിലായി പോയിട്ട് കിടക്കണം. വിരിച്ച് കിടന്ന ആവശ്യം കടത്താൻ അങ്ങോട്ട് നീങ്ങിപ്പോയിട്ട് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ഇങ്ങനെ തട്ടി വിളിച്ചു, യാ അബാ തുറാബ്, ഓ മണ്ണിൽ ചേർന്ന് കിടക്കുന്ന മനുഷ്യ. അലി
റളിയല്ലാഹു അൻഹു പിന്നീട് എനിക്ക് സ്വന്തം പേര് വിളിക്കുന്നതിനേക്കാളും ആരും അബൂ തുറാബ് എന്ന് വിളിക്കലാണ് എനിക്ക് ഇഷ്ടം. കാരണം ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച ആ പേര്, ആ വിളിയോടുകൂടെ ഒക്കെ തീർന്നു, വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർന്നു. നല്ല സന്തോഷല്ലേ, നല്ല സ്നേഹമുള്ള ജീവിതം, ഒരിക്കലും വേർപിരിയാത്ത സ്നേഹം. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവസാനം പറഞ്ഞത്, നിങ്ങൾ ഇനി ഒരു കല്യാണം നിങ്ങൾക്ക് വേണ്ടി വരും, കാരണം നേരത്തെയാണല്ലോ എന്റെ പോക്ക്, അതുകൊണ്ട് നിങ്ങൾ ഉമാമത്തിനെ കല്യാണം കഴിക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകളാണത്. അലി റളിയല്ലാഹു അൻഹു ഭാര്യ പറഞ്ഞ അതേ വസിയത്താ നടപ്പിലാക്കിയത്. കാരണം എന്നെ പൊന്നുപോലെ സ്നേഹിച്ച ഭാര്യയാണ് ഫാത്തിമ. നിങ്ങൾ ലോകത്തിന്റെ നേതാവിന്റെ മകളാണ്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗീയ സ്ത്രീകളുടെ നേതാവാണ്. നിങ്ങളോടുകൂടെ ഹ്രസ്വകാല ജീവിതത്തിൽ ജീവിക്കുമ്പോ പോരായ്മകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ടാകും, വിഷമങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും. നാളെ ആഖിറത്തില് ബാപ്പാന്റെ മുന്നിൽ വെച്ച്, അമ്പിയാക്കളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ വെച്ച് എന്നെ വഷളാക്കരുതേ, എന്നെ കുറ്റപ്പെടുത്തരുതേ, നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണേ, നിങ്ങൾ പൊരുത്തപ്പെടണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, നിങ്ങൾ ഇൽമിന്റെ വലിയ ബഹ്റാണ് അലി, നിങ്ങളോടുകൂടെ ജീവിക്കാൻ പറ്റിയ പെണ്ണല്ല ഞാന്. പക്ഷേ നമ്മുടെ വിവാഹ ബന്ധത്തിൽ വല്ലതും സംഭവിച്ചെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പാക്കണേ. എന്തൊരു സന്തോഷത്തോടെയാണ് അവരെ വേർപാട്. കാരണം ജീവിതകാലത്ത് അങ്ങനെയാണ്, സ്നേഹം നൽകിയതും സ്നേഹം കൊടുത്തതും തമാശ പറഞ്ഞതും തമാശക്ക് പ്രതികരിച്ചതും എല്ലാം സ്നേഹഭാഷയിലാണ്. ഹൈറായ മേഖലകളിലൊക്കെ നല്ല സഹകരണം വേണം. അതേ ഉമ്മമാരോടൊരു കാര്യം പറയട്ടെ, നല്ല തൃപ്തിക്ക് വേണ്ടി, നല്ല സന്തോഷത്തിന് വേണ്ടി നല്ല അനുസരണങ്ങൾ വേണം, നല്ല സ്വബർ നിങ്ങളെ ഭാഗത്തുനിന്ന് വേണം. ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ദീനിന് ഖിദ്മത്തെടുക്കുന്ന ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് സമ്പത്ത് മുഴുവനും കൊടുത്ത പെണ്ണിന് സ്വർഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗത്തിന്റെ അവകാശികളെ 4 എണ്ണം എണ്ണി ഒരു ഹദീസിൽ കാണാം. ഇംറഅത്തുൻ വഹബത്തു സദാഖഹാ ലിഅജലില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീൻ നടത്തുന്ന ഭർത്താവിന് വിവാഹമൂല്യമാകുന്ന മഹ്റങ്ങ് ദാനം ചെയ്ത പെണ്ണ്. വസൗജുഹാ അൻഹാ റാദ്, ഭർത്താവ് പൊരുത്തം നൽകിയ പെണ്ണാണ്. ആ പെണ്ണ് സ്വർഗത്തിലാണ്. നല്ല അനുസരണം വേണം. അനുസരണം പൊരുത്തത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. മുൻഗാമികളെ അനുസരിച്ചതുപോലെ നന്നായി അനുസരിക്കാൻ കഴിയണം. കണ്ടില്ലേ നിങ്ങൾ സൗദ ബീവി റളിയല്ലാഹു അൻഹ അനുസരിച്ചത്? സൗദ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളോടൊപ്പം ഹജ്ജിന് പോയതാണ്, ഉംറക്ക് പോയതാണ്. രണ്ടാമതൊരു ഹജ്ജിന് പോയിട്ടില്ല, രണ്ടാമതൊരു ഉംറക്ക് പോയിട്ടില്ല. ആളുകൾ വന്ന് ചോദിച്ചു, അല്ല സൗദ ബീവി നിറഞ്ഞ ഇബാദത്തുള്ള മഹദിയാണ്. കാനത്ത് ഖവ്വാമതൻ ബില്ലൈലി സവ്വാമതൻ ബിന്നഹാർ, രാത്രി കുറെ നേരം നീണ്ട നിസ്കാരം നടത്തുന്ന, പകലിൽ കുറെ നോമ്പ് നോൽക്കുന്ന, സുന്നത്ത് നോമ്പ് നോൽക്കുന്ന മഹദിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ രണ്ടാമത്തെ ഭാര്യയാകാൻ തൗഫീഖ് ലഭിച്ച മഹദിയല്ലേ ആ സൗദ ബീവി റളിയല്ലാഹു അൻഹ. ആളുകൾ വന്ന് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഹജ്ജിന് വർഷം വർഷം പോകാത്തത്, ഉംറക്ക് വർഷം വർഷം പോകാത്തത്? നിങ്ങളുടെ മറ്റു സഹോദരിമാരൊക്കെ പോകുന്നുണ്ടല്ലോ, നബിതങ്ങളെ മറ്റു ഭാര്യമാരൊക്കെ പോകുന്നത് പോലെ പോകാത്തത് എന്താണ്? ആ സമയത്ത് മഹദി പറയുന്നത്, അമറനില്ലാഹു അൻ അഖിറ ഫീ ബൈതി, എന്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു പോകാനില്ല. അവിടുത്തെ ജനാസയല്ലാതെ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല.
അനുസരണത്തിൽ കുറവ് വരരുത്. അനുസരണം കുറവ് വന്നാൽ തൃപ്തിക്കേട് മാത്രമല്ല, ചെലവ് പോലും കൊടുക്കേണ്ടതില്ലാത്ത അവസ്ഥ വരൂലേ. അനുസരണക്കേടിനെ പറ്റിയല്ലേ നുഷൂസ് എന്ന് ഫിഖ്ഹിൽ പറഞ്ഞത്. പിണക്കം എന്ന് പറഞ്ഞത് സംസാരിക്കാതിരിക്കുക എന്നതല്ല. പിണക്കത്തിന് കുറെ വിഷയങ്ങൾ പറഞ്ഞെടുത്ത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുക. ഭർത്താവിന്റെ തൃപ്തി പുറപ്പെടാതിരിക്കലാണെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മുകളിൽ താമസിക്കുന്ന ഭാര്യയോട് താഴെ താമസിക്കുന്നു ബാപ്പയും ഉമ്മയും, ആരുടെ ബാപ്പ ആരുടെ ഉമ്മ, ഈ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും താഴെയുണ്ട്. മുകളിലെ തട്ടിൽ താമസിക്കുന്നു മരുമകനും മകളും. ആ ഭാര്യയോട് ഭർത്താവ് ജോലിക്ക് പോകുമ്പോ പറഞ്ഞു, അല്ലാ തൻസലി മിനൽ ഉലുവി ഇലസ്സുഫിലി, മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങരുത്, ഞാൻ വരും വരെ താഴോട്ട് ഇറങ്ങരുത്. സ്വന്തം ബാപ്പ രോഗബാധിതനായി, ഖിദ്മത്തെടുക്കാൻ പലരും ഉണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കാലമാണ്. ഈ പെണ്ണൊരാളെ പറഞ്ഞയച്ചു, ഭർത്താവ് പോകുമ്പോ മേലെന്ന് താഴോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്റെ ഭർത്താവും ബാപ്പയുമായിട്ടൊരു പണക്കവുമില്ല, ഇങ്ങനൊരു നിർദ്ദേശം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ ബന്ധപ്പെടാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ, ജോലിക്ക് പോയതല്ലേ, കുറെ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. പക്ഷേ ഉപ്പ രോഗബാധിതനായിട്ടുണ്ടൊന്ന് കാണാൻ ഇറങ്ങട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, നിന്റെ ഭർത്താവിന് നീ അനുസരിച്ചോ. ബാപ്പാനോട് വെറുപ്പുണ്ടായിട്ടല്ല, ഉമ്മാനോട് വെറുപ്പുണ്ടായിട്ടല്ല, അവരെ നോക്കരുത് എന്ന് കൽപ്പിക്കാനും അല്ല, നന്നായി ഭർത്താവിനെ അനുസരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ എത്ര ക്ഷമ വേണം, എത്ര ക്ഷമയിൽ അനുസരിക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബാപ്പ മരണപ്പെട്ടു. ബാപ്പാന്റെ മുഖത്തേക്ക് അവസാനത്തൊരു നോക്കാൻ ആർക്കാണ് താല്പര്യമില്ലാതിരിക്കുക. രണ്ടാമതും ആ സഹോദരി പറഞ്ഞയച്ചു ആളെ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി പഴയത് തന്നെയാണ്, ഇതൊരു ക്രൂരതയാണെന്ന് ചിന്തിക്കരുത്. അനുസരണത്തിന്റെ പാരമ്യതയാണ് ഈ പറയുന്നത്. നല്ല സ്വബറോട് അനുസരിക്കാൻ കഴിയണം. ഭർത്താവിനെ അനുസരിച്ചോ സന്തോഷമുണ്ട്. ആ ബാപ്പയെ കൊണ്ടുപോയി മറവ് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്ത് വീടിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു സഹോദരിയുണ്ട്. ഭർത്താവിന്റെ വാക്ക് അക്ഷരം പ്രതി സ്വീകരിച്ച് തന്റെ ബാപ്പയെ ഒരു നോക്കുപോലും കാണാൻ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങാതെ ഇറങ്ങരുത് എന്ന് ഭർത്താവ് നിർദ്ദേശിച്ചത് ഇവർ തമ്മിൽ കംപ്ലൈന്റ് ഉണ്ടായിട്ടല്ല, വിഷമുണ്ടായിട്ടല്ല, ഒരു നിർദ്ദേശം അങ്ങനെ വെച്ചതാണ്. അത് പാലിക്കാൻ അത്രയും ക്ഷമിച്ചതുകൊണ്ട് ആ പെണ്ണിനോട് പോയിട്ടൊരു സന്തോഷം പറയണം. എന്താണത്? അന്നല്ലാഹു ഗഫറ ലി അബീഹാ. ഇവിടെ നമ്മൾ മറവ് ചെയ്ത ബാപ്പയില്ലേ, ബാപ്പക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ബിത്വാഅതിഹാ ലിസൗജിഹാ, സ്വന്തം ഭർത്താവിനെ ആ പെണ്ണ് അനുസരിച്ചത് കൊണ്ട് ഈ ബാപ്പക്ക് ഖബറിൽ സന്തോഷം കിട്ടി. ഇതൊന്ന് പോയി പറഞ്ഞു കൊടുക്കണേ. ആ ഒരു പൊരുത്തം ഉമ്മമാരെ സ്നേഹം നൽകിയിട്ട് വാങ്ങണം, സഹകരണം നൽകിയിട്ട് വാങ്ങണം. വിഷമങ്ങളൊക്കെ മറക്കണം. എപ്പോഴെങ്കിലും കുത്തുവാക്കുകളോ മറ്റോ വന്നെങ്കിൽ അത് കാലകാലത്തേക്ക് മനസ്സിൽ സൂക്ഷിക്കാതെ വിട്ടേക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കട്ടെ, സമയം പരിമിതമാണ്. നല്ല കാര്യങ്ങൾക്ക് നല്ല ശുക്ർ പറയണം. നല്ല കാര്യങ്ങൾ നിർവഹിച്ചു തന്നാൽ നന്ദി പറയണം. എന്തിനും കുറ്റം കുറവാകരുത്. ഏത് ഭക്ഷണത്തിനും കുറ്റം കുറവും, ഏത് കാര്യത്തിലും. അപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഖൈറ് ഭാര്യയിൽ നിന്ന് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് സന്തോഷം പറഞ്ഞു. ഹംദു സ്വലാത്തല്ലേ നീണ്ട ദുആ ദ്വാരക്കണ്ട. ജസാക്കല്ലാഹു ഖൈറാ തഖബ്ബലല്ലാഹു മിൻക. അല്ലാഹ് നിനക്ക് ഖൈർ തരട്ടെ, സന്തോഷം തരട്ടെ, നല്ല റാഹത്തായിട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ സോപ്പിടാനോ ഇനിയും അങ്ങനെ കിട്ടാനോ ഉള്ളതല്ല, മനസ്സറിഞ്ഞിട്ടൊരു സന്തോഷത്തിന്റെ ദുആ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കൊക്കെ അങ്ങനെ നല്ല സന്തോഷം കൊടുത്തിട്ടുണ്ട്. നല്ല സന്തോഷം കൊടുക്കുക. തിരിച്ചിങ്ങോട്ടും നന്മ കിട്ടിയാൽ ഭാര്യമാര് നല്ല സന്തോഷം പറയാ, സന്തോഷത്തിന്റെ ഖൈറിന് വേണ്ടി ദുആ. അല്ലാഹു നമ്മുടെ സദസ്സ് ഖബൂലാക്കി തരട്ടെ.